എനിക്ക് വരാൻ പറ്റാത്തോണ്ടാ ഞാൻ കൂടെ വരാത്തത്. കോടതി വരെയുള്ള യാത്രക്കിടയിൽ അവർ പരസ്പരം കണ്ണെറിയുന്നുണ്ടോ എന്ന് നോക്കണം. കണ്ണേർ ഇവിടെ വെച്ച് ഉണ്ടായിരുന്നല്ലോ സാറേ. ഇവിടെ വെച്ച് അങ്ങനെ കണ്ണേറൊന്നും ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല സാറേ. സാറിന് നന്ദുമേടത്തെ അത്ര വിശ്വാസമാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ യാത്രക്കിടയിൽ അവര് തമ്മിൽ കണ്ണെറിയുന്നുണ്ടോ നോക്കണമെന്ന് സാറ് പറഞ്ഞത്? അത് പിന്നെ അവൻ ആളത് ശരിയൊന്നുമല്ല. നന്ദു നോക്കിയില്ലെങ്കിലും അവളെ തന്നെ നോക്കിയിരിക്കുമല്ലോ അവൻ. അതിന് നന്ദുമേടം വണ്ടിയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്, അനി പിന്നിലുമാണല്ലോ സാറേ. എടോ താൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട സാർ. നിങ്ങൾ വന്ന് കാലി പിടിച്ചതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നില്ല. എന്റെ മോളും ഞാനും ഒന്ന് പോകാത്തതുകൊണ്ട് മിക്കവാറും അവന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കേസ് തീർന്നു എന്ന് വിചാരിക്കരുത്. ഒരാൾക്ക് ജാമ്യം കിട്ടിയാൽ വീട്ടിൽ പോകാം, പക്ഷെ വീണ്ടും കോടതി കൂടും, കേസ് നടക്കും. ആ നേരത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അനന്തപുരിയിലെ സന്തതി ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. ഒരിക്കലും അങ്ങനെ ഒരു രംഗം കാണാൻ എനിക്ക് താല്പര്യമില്ല വേണു. എന്നാ പിന്നെ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നടത്താൻ നോക്കും. ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്നും അതുണ്ടാകണം. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. അനാമികയ്ക്ക് അവനെ ജയിലിൽ കിടത്തണമെന്നാണ് ആഗ്രഹം. പിന്നെ ഞാനും രേവതിയും കൂടെ ഒരുപാട് ഉപദേശിച്ചതുകൊണ്ടാ അവർക്ക് ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതി എപ്പോ വേണമെങ്കിലും അതിനൊരു വ്യത്യാസം വരാം. അങ്ങനെ ഒരു ഇടം ഉണ്ടാക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. സ്വന്തം അമ്മയെക്കാളും അനി സ്നേഹിക്കുന്നത് വല്യമേ. അവനെ എന്തായാലും ജയിലിൽ കിടത്താൻ അവർ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞ പണം പറഞ്ഞ സമയത്ത് തന്നെ കിട്ടും. കിട്ടുന്നതൊക്കെ കൊള്ളാം. അച്ഛന്റെ കടങ്ങളെല്ലാം തീർത്തിട്ട് ബാക്കിയുള്ളത് എന്റെ പേര് വേണം ബാങ്കിലിടാൻ. 50-50 പോരെ മോളെ? പോരാ, എനിക്ക് മൊത്തം വേണം. എന്തിനാണ് ഇങ്ങനെ അത്യാഗ്രഹം കാണിക്കുന്നത്? നീ കല്യാണം കഴിച്ചെങ്കിലും ഒരു ദിവസം പോലും അവനോടൊപ്പം ജീവിച്ചിട്ടില്ല. അവനിട്ട് സ്വർണ്ണമാലയാണെങ്കിൽ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഡിവേഴ്സ് ആവുമ്പോ ഈ മാല തിരിച്ചു കൊടുക്കണ്ടേ? എന്തിന്? മാലയും താലിയൊക്കെ നിന്റെ കഴുത്തി കിടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലേ ഇങ്ങ് തന്നേരെ, ഞാനത് വിറ്റ് കാശാക്കിക്കോളാം. അത് വേണ്ട. അടുത്ത കല്യാണത്തിന് മറ്റൊരു താലി എന്റെ കഴുത്തിൽ ഇടേണ്ടി വരും. അപ്പൊ ഈ മാലയില് ഞാൻ ആ താലി ഇട്ടോളാം. എന്റെ താലി തന്നെ ഒരു പവൻ കാണും. ഇന്നത്തെ കാലത്ത് അതിന്റെ വില എത്രയാണെന്ന് അച്ഛൻ അറിയാലോ. ഇവക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തതേ ഞാനാ. എന്താ, ഒരു കല്യാണം കഴിക്കുന്നതാണോ സൗഭാഗ്യം? കല്യാണം കഴിച്ചെങ്കിൽ അതൊരു ജീവിതമായിരുന്നോ മോളെ? കല്യാണം കഴിച്ചെങ്കിൽ അതൊരു ജീവിതമായിരുന്നോ മോളെ? വേണ്ടാന്ന് വെച്ചാലേ ഇന്ന് അവന് ജാമ്യം കിട്ടത്തേ ഉള്ളൂ. വീണ്ടും കോടതി കൂടുമ്പോൾ അവന്റെ ഗതി അതോ ഗതിയാവും.